നമസ്കാരം. പത്തനംതിട്ട DCC മുൻ പ്രസിഡന്റും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ബാബു ജോർജും മുൻ DCC ജനറൽ സെക്രട്ടറിയും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ ഡോക്ടർ സജി ചാക്കോയും CPM-ൽ ചേരും. 16 വൈകിട്ട് 4 പത്തനംതിട്ടയിൽ നടക്കുന്ന യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇവർക്ക് അംഗത്വം നൽകും. കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ സജി ചാക്കോയും ബാബു ജോർജും രൂക്ഷമായി വിമർശനം നടത്തി. പാർട്ടിക്കുള്ളിൽ ഒരു രണ്ടാം നിരയെ വാർത്തെടുക്കാൻ നേതാക്കൾ സമ്മതിക്കില്ല. ഉമ്മൻചാണ്ടി മരിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിനെ നയിക്കാൻ ആരുമില്ല. എന്നാൽ CPM-ന് ശക്തമായ കേഡർ സംവിധാനമുണ്ട്. ഒരു നേതാവിനെ ആശ്രയിച്ചല്ല പാർട്ടി മുന്നോട്ട് പോകുന്നത്. അവിടെ നേതാക്കളുടെ നീണ്ട നിര തന്നെയുണ്ട്. കോൺഗ്രസിൽ ഒരാൾ ഒരു സീറ്റിൽ ജയിച്ചാൽ അത് പിന്നെ അവരുടെ കുത്തകയാണ്. അവർ മരിച്ചാൽ മക്കൾക്കാകും സീറ്റ് ലഭിക്കുക. വിറക് വെട്ടികളും വെള്ളം കോരികളുമാക്കി അവിടെ തളച്ചിടും. കോൺഗ്രസിൽ ഒരാള് എന്തെങ്കിലും ഒരു MLA ആയാൽ, ഞാൻ ഓർത്തഡോക്സുകാരനാണ്, ഞങ്ങളുടെ ബിഷപ്പന്മാരെ ഇത് കൊടുക്കില്ലേ, ബിഷപ്പന്മാരെ വായിച്ചാൽ അവര് പിന്നെ മരിച്ചു കഴിഞ്ഞാലേ മാറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരുത്തനൊരു സീറ്റ് കൊടുത്താൽ പിന്നെ അവര് പിന്നെ അത് മാറത്തില്ല. മാധ്യമപ്രവർത്തകരും എന്റെ കുറെ സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. നിങ്ങളല്ലേ ഈ പത്തനംതിട്ട ജില്ലയിലെ പഴയ സുഹൃത്ത്, എന്നോട് പറയും ചേട്ടൻ എന്താ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറഞ്ഞു. അവിടെ അടൂപ്രകാശല്ലേ ജയിക്കത്തുള്ളൂ. ആര് പറഞ്ഞു ഇവിടെ പിന്നെ ഇന്നാളല്ലേ ജയിക്കത്തുള്ളൂ? ആദ്യം അല്ലാതെ വേറെ ആരാണ് എനിക്ക് ഇത്രയും എന്താ കാര്യമാണ്? നമുക്ക് എന്താ കുഴപ്പം? നമുക്കറിയില്ല. പാർലമെന്റിൽ പോയി സംസാരിക്കാൻ ഇംഗ്ലീഷ്, ചെറിയ ഹിന്ദി അറിയാം. ഒരാഴ്ച അവിടെ നിന്നാൽ നല്ലൊരു ഹിന്ദി പറയാം. വിദ്യാഭ്യാസം, സാമാന്യ വിദ്യാഭ്യാസമുണ്ട്, പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്, പൊളിറ്റിക്കലിന്റെ ദീർഘഭാരത്തിലുണ്ട്. ബാബു ജോർജ് പ്രസിഡന്റ് ആയ സമയത്ത് ബാബു ജോർജ് എത്ര പുതിയ ആൾക്കാരെ പാർട്ടിയുടെ പാർലമെന്ററി സ്ഥലങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നു? ഒരുപാട് പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ബാബു ജോർജ് മാറി കൊടുത്ത ഒരാളെ അങ്ങനെ ബാബു ജോർജ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ വേണ്ടി ഞാൻ 2 മാസം നിങ്ങളൊക്കെ ഓർമ്മിക്കുന്നുണ്ടാവും. കരുണാകരന്റെ പ്രതാപകാലത്ത് ബാക്ക് ഡോറിൽ കൂടി K. മുരളീധരനെ സേവാദന്റെ ചെയർമാനാക്കിയപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും അതിനെ കണ്ണുവെച്ചിട്ടുണ്ട്. കിങ്ങിണിക്കുട്ടന്റെ പേര് വിളിച്ചു. എന്നാൽ ഇന്ന് അത് അവരുടെ അവകാശമാക്കി മാറുന്ന ഒരു രാഷ്ട്രീയ കൾച്ചർ കോൺഗ്രസ് ഉണ്ട്. അതിനുശേഷമാണ് UDF-ൽ ഗണേഷ് കുമാറും അനൂപും ജോസ് കെ മണിക്കും ഒരു ഉളുപ്പുമില്ലാതാണ് അവർ ജയിച്ച. ഉമ്മൻചാണ്ടി പറഞ്ഞ് അതിൽ കുറച്ച് തന്നെ പറയട്ടെ, 2 അല്ലെങ്കിൽ 3 പ്രാവശ്യത്തിൽ കൂടുതൽ ആരും MLA-മാരോ MP-മാരാകാൻ പാടില്ല. അത് ജനസേവനത്തിനുള്ളതാണ്. അതല്ലാതെ അത് ഒരു കാരണവശാലും ഞങ്ങളൊക്കെ പാർട്ടി വേദികളിൽ കമ്മിറ്റികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവ ഇടക്കാലത്ത് ഒരു കാര്യം പറയാവുന്നത് സംഭവം, യുവർ ക്വസ്റ്റ്യൻ ഈസ് കറക്റ്റ്. വളരെ വളരെ വീർപ്പ് മുട്ടിയാണ് ഈ പാർട്ടിക്ക്. പാർട്ടി ഞാൻ പറഞ്ഞില്ല, ഞാൻ KSU വരുന്നത് ഫീസ് സ്വീകരണവും മെറിറ്ററി സംബന്ധിച്ച് ആ സമരത്തിൽ കൂടെ വെളിയിൽ എവിടെയെങ്കിലും കാണാറുണ്ടോ? ഇപ്പൊ CPM-ന്റെ ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണ്. അവരുടെ എല്ലാം പേര് നിങ്ങൾക്ക് അറിയാം. അതൊരു 10 പേരുടെ ഇങ്ങോട്ട് പറയാം. കോൺഗ്രസ് ഒരു 10 പേരുടെ പേര് നിങ്ങൾ പറയാം. ഞങ്ങളൊക്കെ പോയതിനു ശേഷം മോനെ ശിവാസന മിടുക്കനായ ഒരു സാമാജികനും നല്ല രാഷ്ട്രീയ പ്രവർത്തനമാണ്. കാണാനില്ല. എല്ലാം BJP കൂടി വന്ന് ഉദ്ഘാടനം ചെയ്തിട്ട് പോവാം. ഇപ്പൊ ഇവിടെ ആരാണ്ടോ പറഞ്ഞു, അവിടെ KCR-നെ പിന്നെ KCR-നെയോ ഞങ്ങളുടെ ഒരു നമ്മൾ പണ്ട് DCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളെ ഇപ്പൊ അറിയത്തില്ല. തങ്കപ്പൻ, പാലക്കാട് തങ്കപ്പനെ അറിയത്തില്ല. ആ തങ്കപ്പൻ പോലീസിന്റെ അടുത്ത് അയാളുടെ DC പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യൻ പ്രസിഡന്റ് അതായത് കടി കയറ്റി അവസാനം ശ്രീകണ്ഠനാണ് പോയി പിടിച്ചോണ്ട് വന്നതെന്ന് പറയും. ഇതൊരു പൊതു സമൂഹത്തിന് ഇപ്പൊ അവരാരും ഇല്ല. കോൺഗ്രസ് പിരിച്ചെടുക്കുന്ന പണം ദൂർത്തടിക്കുന്ന ജോലിയാണ് KPCC പ്രസിഡന്റിന്. ട്രഷറർ ആയിരുന്ന പ്രതാപചന്ദ്രൻ മരിക്കാൻ കാരണം പ്രസിഡന്റിന്റെയും ചില നേതാക്കളുടെയും ദൂർത്താണ്. പിരിച്ചെടുക്കുന്ന പണം ദൂർത്തടിക്കുന്ന ജോലിയാണ് KPCC പ്രസിഡന്റ്. KPCC ട്രഷറർ പ്രതാപചന്ദ്രന്റെ അകാല മരണത്തിന് ഉത്തരവാദി KPCC പ്രസിഡന്റും ഈ KPCC-യിലെ ചില ജനറൽ സെക്രട്ടറിമാരുമാണ്. അവർ പരാതി കൊടുത്തിട്ടുണ്ട്. കള്ള വൗച്ചർ കൊടുത്ത് KPCC-യിൽ നിന്ന് പണം മേടിക്കുന്നതിന് പ്രതാപചന്ദ്രനെ എതിർത്തപ്പോൾ അദ്ദേഹം മാനസികമായി വിഷമിച്ച് ആത്മഹത്യ ചെയ്യേണ്ട രംഗം വന്നപ്പോൾ അതുപോലെ പ്രയാസപ്പെട്ടാണ് അദ്ദേഹം മരിച്ചത്. പത്തനംതിട്ടയിൽ ആന്റണി തോൽക്കുമെന്നും നേതാക്കൾ ഉറപ്പിച്ചു പറഞ്ഞു. ഈ പാർട്ടിയിൽ പ്രതികരിക്കുന്നവരെ വേണ്ട. തൃശൂർ സമ്മേളനത്തിൽ KC വേണുഗോപാലിന്റെ ജന്മദിനം കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് കണ്ടു. നാണംകെട്ട പരിപാടിയല്ലേ എന്നും നേതാക്കൾ ചോദിച്ചു. അത് ഇലക്ഷനല്ലേ?
ഇലക്ഷനിലെ ഒന്നിക്ക് പറയുന്നത് നമ്മുടെ ആരോ ശക്തി തോറ്റിരിക്കും. അല്ല ഇടയ്ക്ക് നിങ്ങൾ പ്രത്യേക പാർട്ടിയൊക്കെ പ്രഖ്യാപിക്കാൻ മീറ്റിംഗ് കൂടി വരാം. അപ്പൊ നിങ്ങൾ അങ്ങനെ പോയി നിങ്ങൾ പിന്നെ എ ഗ്രൂപ്പിലെ കുറച്ച് ആൾക്കാരെ കുറെ പോയി അവരെ കൊണ്ട് തീരുമാനം വിളിച്ചു. നിങ്ങൾ ഇന്നലെ നാളെ കോൺഗ്രസിൽ തിരിച്ചു വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. അവസാനം നിങ്ങൾ നിങ്ങൾ സമ്മതിക്കത്തെങ്കിൽ ഞങ്ങൾ പറയുക മനസ്സിലാക്കിയത് സാധാരണ നിങ്ങൾ കേൾക്കാത്ത ഒരു പത്രസമ്മേളനല്ലേ നിങ്ങൾ ഞങ്ങളെ വേണ്ട ഞങ്ങളെ വേണ്ട എന്ന് പറയുന്ന ഞങ്ങളെ 52 വർഷമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ കേരളത്തിൽ മതന്യൂനപക്ഷങ്ങളെ രക്ഷിക്കാൻ CPM-ന് മാത്രമേ കഴിയൂ. കോൺഗ്രസ് പാർട്ടി വിടാൻ കാരണമായത് പാർട്ടി നേതൃത്വം എടുത്ത നിലപാടുകളാണ്. പാർട്ടി വേദികളിൽ ഞങ്ങൾ പറയുന്ന അഭിപ്രായം ഇപ്പോഴത്തെ നേതൃത്വം അംഗീകരിക്കില്ല. കോൺഗ്രസ് ദേശീയ തലത്തിൽ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണെന്നും നേതാക്കൾ പറഞ്ഞു. ഒതുങ്ങി ജീവിക്കാൻ ഞാൻ പറഞ്ഞേ സ്വസ്ഥമായി ഒരു കൺവെൻഷൻ നടത്തിയതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ CPM-ന് കഴിഞ്ഞിട്ടുള്ളൂ. അന്ന് ഞാൻ DCC പ്രസിഡന്റായിരുന്നു. ഞാനവിടെ പോയിരുന്നു. എന്താ DC പ്രസിഡന്റ് ഇവിടെ നടന്ന 2 കൺവെൻഷൻ ഓർമ്മയില്ലേ അങ്ങേക്ക്? അടൂരിൽ നടന്നതും നമ്മുടെ ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെ നമ്മുടെ കുമ്പനാട് വന്നതും ഓർമ്മയില്ലേ? കോൺഗ്രസ് പാർട്ടി വേദികൾ നിങ്ങൾ അങ്ങനെ പറയുന്നത് പോലെ പാർട്ടിയുടെ വേദികളിൽ ചിലപ്പോൾ പല ക്യാമ്പുകളിൽ ഞങ്ങൾ നിരന്തരമായി പല കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അത് കേരളത്തിലെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നേതൃത്വം ആ നേതൃത്വം ചെവിക്കൊണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഈ പാർട്ടി വിട്ടുപോകുന്ന കാര്യം. BJP ആളുകൾ കോൺഗ്രസ് പ്രവർത്തകർ അവർക്ക് തെറ്റുപറ്റാതിരിക്കാൻ വേണ്ടി കോൺഗ്രസ് വേണം, ദേശീയ തലത്തിൽ കോൺഗ്രസ് വേണം, വലിയ ഫാസിസത്തെ എതിർക്കാൻ കോൺഗ്രസ് വേണം. പക്ഷെ അത് കഴിയുന്നില്ല. മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ കേരളത്തിലെ കോൺഗ്രസിന് കഴിയുന്നില്ല. അവർ നൂറ്റാണ്ടല്ല സഹേദ എന്ത് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. ബാബു ജോർജിനെയും സജി ചാക്കോയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതാണ്. DCC നേതൃത്വത്തിനും PJ കുര്യനുമെതിരെ പരസ്യ പ്രസ്താവന നടത്തിയതിനാണ് നടപടിയെടുത്തത്. പത്തനംതിട്ടയിൽ നടന്ന നവകേരള സദസ്സിൽ ഇരുവരും പങ്കെടുത്തിരുന്നു. ഇതോടെ ഇരുവരും CPM-ൽ ചേരുമെന്ന് ഉറപ്പായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബാബു ജോർജ് DCC നേതൃത്വത്തിനും ആന്റോ ആന്റണി MPക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ആന്റോ ആന്റണി ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ ഏതറ്റം വരെ പോകുമെന്നാണ് ബാബു ജോർജ് പറയുന്നത്. ജില്ലയിൽ CPM-ൽ ചേർന്ന രണ്ടാമത്തെ DCC പ്രസിഡന്റാണ് ബാബു ജോർജ്. ആദ്യം ചേർന്നത് അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ് ആയിരുന്നു. 2014 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. മല്ലപ്പള്ളി കാർഷിക വികസന ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സജി ചാക്കോയ്ക്കെതിരെ KPCCക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയുണ്ടായത്. മുതിർന്ന നേതാവ് PJ കുര്യനെതിരെയും പുറത്താക്കപ്പെട്ട നേതാക്കൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഫിലിപ്പോസ് തോമസ് മുതലുള്ളവർ പാർട്ടി വിടാൻ പ്രധാന കാരണക്കാരൻ PJ കുര്യനാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിനിടെ ബാബു ജോർജിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് നേതാക്കളും അണികളും ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തതോടെ വരും ദിവസങ്ങളിൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാകാനാണ് സാധ്യത. കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റ് നഷ്ടപ്പെടുത്തിയതിന് കാരണക്കാരൻ ബാബു ജോർജ് ആണെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. DCC ഓഫീസിൽ ജില്ലാ പുനഃസംഘടനാ സമിതി ചേർന്നപ്പോഴുണ്ടായ സംഭവങ്ങളിലാണ് KPCC ബാബു ജോർജിനെ സസ്പെൻഡ് ചെയ്തത്. ജില്ലാ പുനഃസംഘടനാ സമിതി ചേർന്നപ്പോൾ ബാബു ജോർജ് വാതിൽ ചവിട്ടി തുറക്കാൻ ശ്രമിക്കുകയും അപമര്യാദയായി പെരുമാറുകയുമായിരുന്നു. ബാബു ജോർജ് കഥകൾ ചവിട്ടുന്നതിന്റെ ദൃശ്യങ്ങളും അന്ന് പുറത്തു വന്നിരുന്നു. പുനഃസംഘടനയിലുടക്കി A ഗ്രൂപ്പ് യോഗത്തിൽ നിന്ന് മുൻ DCC പ്രസിഡന്റുമാരായ P മോഹൻരാജ്, ബാബു ജോർജ് തുടങ്ങിയവർ ഇറങ്ങിപ്പോവുകയായിരുന്നു. മാറ്റി നിർത്തിയവരെ കൂടി പുനഃസംഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന ഇവരുടെ ആവശ്യം നിലവിലെ നേതൃത്വം തള്ളിയതോടെയാണ് രൂക്ഷമായി സംസാരിച്ച ശേഷം ഇറങ്ങിപ്പോയത്. പിന്നീട് തിരിച്ചെത്തിയ ബാബു ജോർജ് യോഗം നടക്കുന്ന മുറിയുടെ കതക് ചവിട്ടി തുറക്കുകയായിരുന്നു.